ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് റെക്കോർഡ് വീഡിയോ എടുക്കുമ്പം തന്നെ പറഞ്ഞതാണ്, പക്ഷെ അത് തീരെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ചെയ്യുന്നത് ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം. എന്ത് തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. എനിക്കത് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പറയാൻ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൂടെ വേണം കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ ബീഫുണ്ട്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. നല്ല അധികം മൂപ്പില്ലാത്ത ബീഫാന്ന് തോന്നുന്നുണ്ട്. കാരണം മുറിക്കുമ്പോൾ പെട്ടെന്ന് മുറിക്കാൻ കിട്ടുന്നത്, കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പോരുന്ന ബീഫ് പെട്ടെന്ന് വേവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടത് 3 സവാളയാണ്. 3 സവാള ഞാൻ കാണിച്ചിരുന്നു, പക്ഷെ വീഡിയോ ക്യാമറ അങ്ങോട്ട് നീങ്ങി പോയിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ 3 സവാള എടുത്ത് അതിലേക്ക് 2 തക്കാളിയാണ് കേട്ടോ. 2 പഴുത്ത നല്ല തക്കാളി എടുത്തിട്ട് അതിടുക. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പൊന്നെന്തൊക്കെയോ അവിടെ ഒപ്പിക്കുന്നുണ്ട്, വിളിച്ചിട്ട് മിണ്ടുന്നൊന്നുമില്ല. എന്തോ പരിപാടിയാണ്. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്നും മിണ്ടൂല. ആളിവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഓരോ പരിപാടിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ഞാൻ ഇട്ടത് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചതച്ചതും ഇട്ടത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അത് ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ. 5-6 ഇതൾ വെളുത്തുള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 8 എണ്ണം 9 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാ പൊന്നൂനാണ്. ഇതാണ് പരിപാടി കേട്ടോ. എന്തെങ്കിലും കസാലയോ അല്ലെങ്കിൽ സ്റ്റൂളോ എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ കയറുക. എന്നിട്ട് എന്താണ് അവിടെ ഉള്ളത് അതൊക്കെ എടുത്ത് എറിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിക്കുക. ജഗ്ഗിൽ വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഒരു കളി ഉണ്ടാവും. അത് നന്നാക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ. ഇനി അതിലേക്ക് മസാലപ്പൊടി ഇടട്ടെ കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളകും പൊടി കേട്ടോ, 2 ടീസ്പൂണ് വെളിച്ചെണ്ണ, ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി നല്ലോണം കുഴക്കുക കേട്ടോ. ഉപ്പ് ഇടുക കേട്ടോ, ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നല്ലോണം ഇളക്കി നല്ലോണം കുഴക്കുക കേട്ടോ. കുഴച്ചിട്ട് ഗ്യാസുമ്മൽ വെക്കട്ടെ. അപ്പോൾ അത് വേവട്ടെ കേട്ടോ അടുപ്പത്തുനിന്ന്. അപ്പം നമുക്കതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വറവിടണം. അപ്പോൾ അത് അരിഞ്ഞ് റെഡിയാക്കിന് വന്നിട്ടുള്ളതാണ് ഇതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വരട്ടി വെച്ചത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് വെളിച്ചെണ്ണയിൽ ഒന്ന് ബ്രൗൺ കളറാവട്ടെ കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കുക. അതിലാവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇടുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.